ബിടിക്കറ്റ് തിരിച്ചു വന്നതുകൊണ്ട് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണോ? ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിടിക്കറ്റ് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് റെസ്യൂം ചെയ്തത്. അപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ബിടിക്കറ്റിൽ ഞങ്ങൾക്ക് പഴയ അക്കൗണ്ട് ഉണ്ടായിരുന്നു, ആ അക്കൗണ്ട് ത്രൂ തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതായത് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണോ, അതല്ലെങ്കിൽ ഓൾഡ് അക്കൗണ്ട് ത്രൂ ലോഗിൻ ചെയ്ത് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന അക്കൗണ്ട് തന്നെ ലോഗിൻ ചെയ്ത് ഇതിൽ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് അവർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും നമ്മളെ ഡീറ്റെയിൽസും വെച്ച് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി അക്കൗണ്ട് അവൈലബിൾ ആണെന്ന് അവർ മെൻഷൻ ചെയ്യും. ആ കാര്യം മനസ്സിലാക്കുക. നിങ്ങളെ നിലവിലുള്ള അക്കൗണ്ട് ത്രൂ തന്നെ നിങ്ങൾക്ക് ബിടിക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട. പഴയ അക്കൗണ്ട് ത്രൂ നിങ്ങൾക്ക് ബിടിക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോഴും ആ ഒരു ഓഫർ അവൈലബിൾ ആണ്. 2 ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 1 ടിക്കറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കും. അത് മാത്രമല്ല, നിങ്ങൾ മെയിലൊക്കെ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടെങ്കിൽ അവർ മെയിൽ ത്രൂ അറിയിക്കുന്നതാണ്. അപ്പൊ ഏതായാലും ബിടിക്കറ്റിൽ ഈ പ്രാവശ്യത്തെ മെഗാ ഡ്രോ പ്രൈസ് 10 മില്യൺ ദിർഹമാണ്. നാട്ടിലെ 22 കോടി രൂപക്ക് മുകളിലാണ്. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യത്തെ വിജയി നിങ്ങളാവട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ സപ്പോർട്ട് ബെല്ലറിയിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.